ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ എപ്പിസോഡുകളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. തുടങ്ങും ഗൈസ്. ആദ്യം തന്നെ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ബാച്ചിലാണ് ഇവർ രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാകുന്നത്. ഷാനവാസും ഈ അനീഷും കൂടിയാണ് വഴക്കുണ്ടാകുന്നത്. ഈ ഒരു വ്യക്തി കളിപ്പിക്കുന്ന മാതിരി പോയിട്ട് ഒനിയൻ സാബുവിൻ്റെ അടുത്ത് ഈ ഒരു ബാച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ വാങ്ങുന്നുണ്ട്. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്ക്കാണ് വന്നിട്ടുള്ളത്. അതിൽ ഈ ഒരു ക്രീമും മറ്റുള്ള ഷേവിങ് ക്രീമാണ് കൊടുത്തിട്ടുള്ളത്. അത് കൂടുതൽ പേരും ആക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷിൻ്റെ മുഖത്താണ്. അനീഷാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പെക്റ്റിനെ കുറിച്ചിട്ടാണ് ഇവർ തമ്മിൽ ആ ഒരു കൂടിയാലോചനയിൽ സംസാരിക്കുന്നത്. റെസ്പെക്റ്റ് അങ്ങടും വേണം ഇങ്ങടും വേണം എന്നാണ് അനീഷ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എലിമിനേഷൻ റൗണ്ടിലേക്ക് കടന്നിട്ടുള്ളത്. അതിൽ കുറേ പേര് വരുന്നുണ്ട്. എലിമിനേഷനായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ കുറേ കാരണങ്ങളും വിശദങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുസുതി കിടന്നുറങ്ങി തലവേദനയാണ് എന്ന് പറഞ്ഞിട്ട് ഷാനവാസും തലവേദനയാണ് പറഞ്ഞിട്ട് ഈ ഒരു ക്യാപ്റ്റൻ്റെ ബാക്കിൽ നടന്ന് പറയുന്ന ഒരു വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തിൻ്റെ പേര് ഈ ഒരു ക്യാപ്റ്റൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അടുത്ത വഴക്കുകൾ കൂടിയിട്ടുള്ളത്. അതിൽ അപ്പാണി ശരത്തും എല്ലാവരും ചെന്ന് ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വഴക്കിലൂടെ പറയുന്നുണ്ട്. ഈ എന്തുകൊണ്ട് ഷാനവാസിൻ്റെ പേര് പറഞ്ഞില്ല, രേണുസുതിൻ്റെ പേര് മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു ഡോക്ടറിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രേണുസുതി പറയുന്നുണ്ട്. ആ ഒരു ക്യാപ്റ്റനാണെങ്കിലും അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഒരു രേണുസുതിൻ്റെ പേര് മാത്രമാണ് പറയുന്നത്. ഷാനവാസ് അവിടെ ചമ്മിപ്പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇതോടെ ക്യാപ്റ്റൻസി ടാസ്കും ഈ ഒരു എലിമിനേഷൻ ടാസ്കിലും 5 പേരാണ് നോമിനേഷൻ ആയിട്ടുള്ളത്. കൂടുതലും ഈ ഒരു നോമിനേഷൻ റൗണ്ടിൽ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ശൈത്യാണ് കൂടുതൽ വോട്ടുകളുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ട് അങ്ങനെ കഴിഞ്ഞു.